പത്തനംതിട്ട SP ഓഫീസിന് സമീപം താഴെ വെട്ടിപ്പുറത്ത് ഒരു അപകടം സംഭവിച്ച സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു ഗട്ടർ കാണാൻ സാധിക്കും. വേഗതയിലെത്തിയ ഒരു സ്കൂട്ടർ ഈ ഗട്ടറിൽ വെള്ളം കിടക്കുകയായിരുന്നു. ഗട്ടറിൽ ചാടുകയും ആ സ്കൂട്ടർ മറിയുകയും സ്കൂട്ടർ യാത്രക്കാരികളായ 2 യുവതികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് ഇതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. സ്ഥിരമായി ലീക്ക് സംഭവിച്ച സാഹചര്യത്തിൽ ഇവിടെ ഇത് വെട്ടിപ്പൊളിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇവിടെ വലിയ ഒരു ഗട്ടർ രൂപപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ വെള്ളം കാണാൻ സാധിക്കും. നല്ല മഴ പെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗട്ടർ ഉണ്ടെന്ന് അറിയുകയില്ല. ഈ അപകടത്തിന്റെ CCTV ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. അടൂർ സ്വദേശികളായിട്ടുള്ള 2 യുവതികൾക്കാണ് പരിക്കേറ്റത്. ഷെമി, നാദിയ എന്നീ 2 പേരാണ് സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഗട്ടർ ഉണ്ടെന്ന് അറിയുകയില്ലായിരുന്നു? അറിയില്ല, നമുക്കറിയില്ല. ഞങ്ങൾ അടൂരാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ എരുമേലി പോയിട്ട് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. അപ്പം തിരിച്ചു വന്ന സമയത്ത് നമുക്ക് കുറച്ച് ലേറ്റായപ്പോൾ 2 ഇടത്ത് മരം വീണത് സംബന്ധിച്ച് അത് മുറിക്കാൻ താമസിച്ചുകൊണ്ടാണ് നമ്മൾ ലേറ്റായത്. അങ്ങനെ വന്ന് നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് എത്താമെന്നുള്ള ഇതിൽ നമ്മൾ വന്നു. ശരിക്കും ആ കുഴിക്കകത്ത് തന്നെ വീണ വെള്ളം നിറഞ്ഞു കിടക്കുമായിരുന്നു. നമുക്കറിയില്ലായിരുന്നു ഇത്രയും വലിയ കുഴിയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. നമ്മൾ വീണു, നേരെ അപ്പുറം സൈഡിലോട്ടാണ് വീണത്. അപ്പം വണ്ടികളൊന്നും വരാഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയാം. കാരണം നമ്മൾ വീണ ഭാഗത്തോട്ട് തിരിച്ച് ഇങ്ങോട്ട് വണ്ടികൾ വന്നുകൊണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇന്നിവിടെ ഉണ്ടാവത്തില്ലായിരുന്നു. കാരണം അതേപോലെ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത്. നമ്മൾ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല. എന്താ പറയുക, ഇത് ഇനിയും അധികൃതരുടെ കണ്ണിലോട്ട് എത്തിയിട്ടില്ല എങ്കിൽ പല ജീവനുകളും ഇവിടെ പൊലിയാൻ സാധ്യതയുണ്ട്. ഒരാളുടെ ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞിട്ട് അധികൃതരെ എന്തെങ്കിലും നടപടി എടുത്തിട്ട് കഥയില്ല. ഇപ്പോഴാണ് ഇതിന് നടപടി എടുക്കേണ്ടത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കൈക്കാണ് പരിക്കേറ്റത് അല്ലേ? കൈക്കാണ് പരിക്കേറ്റത്. വീണ സമയത്ത് തന്നെ എനിക്ക് ബോധം പോയായിരുന്നു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ് ബോധം വന്നത് തന്നെ. അപ്പോൾ ആ ഒരു ഷോക്കിൽ ഞാൻ അവിടെ നിന്ന് തെറിച്ച് റോഡിലോട്ട് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് ബോധം പോയി. എൻ്റെ ഈ കൈയുടെ മെറ്റിൽ കുത്തിയിട്ട് ഉള്ളിലോട്ട് കയറി പരിക്കേറ്റുകയാണ് ചെയ്തത്. പുള്ളിക്കാരുടെ കാലിലോട്ടാണ് നല്ല മുറിവ് വന്നത്. എന്നുവെച്ചാൽ ഇത്രയും വലിയ കുഴി നമ്മൾ ഈ സ്ത്രീകൾ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കത്തില്ല. എന്ന് വെച്ചാൽ ഈ ഒരു ഇത്രയും കുഴി കിടക്കുമ്പോൾ ഒരിക്കലും ശ്രദ്ധിക്കത്തില്ല. വന്ന് നമ്മൾ നേരെ വീണ് തെറിച്ച് പോവുകയാണ്. ഇത്രയും തിരക്ക് അന്നേരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇന്ന് നമുക്ക് ഈ ലോകത്ത് തന്നെ ഉണ്ടായിരിക്കേണ്ടി വരില്ലായിരുന്നു. സ്കൂട്ടർ ആരാ ഓടിച്ചിരുന്നത്? ഞാനാണ് ഓടിച്ചിരുന്നത്. അധികാരികളോട് എന്താ പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് പല ജീവനുകളും പൊലിഞ്ഞിട്ടാണ് നമ്മൾ പലയിടത്തും കാണുന്നത്. ആ ജീവൻ പൊലിഞ്ഞതിന് ശേഷമാണ് പലരും നടപടികൾ എടുക്കുന്നത്. അങ്ങനെ ആവരുത്. ശരിക്കും ഇതൊക്കെ നമ്മുടെ കൺമുന്നിൽ കണ്ടിട്ടും അധികാരികൾ എന്തുകൊണ്ട് നിയമം എടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നിങ്ങളിവിടെ ഈ സംഭവ സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത് കാണുന്നുണ്ടല്ലോ. അത് കാണുമ്പോൾ എന്താ മനസ്സിൽ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ പല വാഹനങ്ങളും വീണ്ടും ഇവിടെ തന്നെ ഈ കുഴി വീഴുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ശരിക്കും നിങ്ങളും അത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ കാണുന്ന ഫുള്ളും കാരണം ആർക്കും അറിയത്തില്ല. കാരണം അത്രയും റോഡിൽ നല്ല റോഡായിട്ട് വന്നിട്ട് ഈ വലിയൊരു ഗർത്തത്തിലോട്ടാണ് വന്ന് വീഴുന്നത്. ഇത് ഭയങ്കര ഒരു കുഴിയാണ്. നമ്മളത് അതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ. അത് വലിയൊരു കുഴിയാണ്. ആ കുഴിയിൽ നിന്ന് എന്താ പറയുക, ഓരോ മനുഷ്യർ ഈ റോഡിൽ കൂടെ ജീവൻ പൊലിയുന്ന കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 2 പേർക്കും പറയാനുള്ളത് ഈ വലിയ ഗട്ടർ അത് നികത്തുന്നതിനുള്ള നടപടി അധികാരികൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇവിടെയാണ് നല്ല വേഗതയിലെത്തിയ സ്കൂട്ടർ ഈ കുഴിയിൽ ചാടുകയും ആ 2 പേരും റോഡിന്റെ മധ്യവശത്തേക്കാണ് വീണത്. അവർ പറയുന്നത് ഈ അപകടം നടക്കുന്ന സമയം എതിർവശത്തു നിന്നോ അല്ലെങ്കിൽ പുറകിൽ നിന്നോ വാഹനങ്ങൾ വന്നില്ല, അതുകൊണ്ട് തങ്ങളുടെ ജീവൻ തിരിച്ചു കിട്ടി എന്നാണ്. ഏതായാലും ഇതിനുള്ള ഒരു പരിഹാരം ഉത്തരവാദിത്തപ്പെട്ടവർ എടുക്കണം എന്ന് തന്നെയാണ് ഈ 2 യുവതികളുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.